അപ്പോൾ ഈ മയോണൈസും അതുപോലെ തന്നെ ഈ റഷ്യൻ സാലഡും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി പുഴുങ്ങിയ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളിയുടെ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. എന്താ വെച്ചാൽ ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്തും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ മഞ്ഞ ചേർത്തുകൊണ്ട് ഇത്തിരി മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റഷ്യൻ സലാഡിന് വേണ്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം നമുക്ക് ഇത് ഷമാമാണ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് ക്യാരറ്റും കിഴങ്ങും കൂടി ബോയിൽ ചെയ്ത് അര വേവിച്ചത്. ഇത് മാമ്പഴമാണ്, ഇത്തിരി പഴുത്ത് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്തിരി ബ്ലാക്കും അതുപോലെ തന്നെ സീഡ്ലെസ് ആണ്, ഗ്രീനും ഇട്ട് കൊടുക്കാം. ഇത് ബനാനയാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്താക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കിസ്മിസ്, പിന്നെ നമ്മൾ കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല ഹോം മെയ്ഡ് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ. നമ്മൾ വാങ്ങിച്ച മയോണൈസ് കൊടുക്കണ്ട. പിന്നെ ഫ്രഷ് ക്രീം ഇത് വാങ്ങിച്ചാണ് കേട്ടോ, അമൂലിൻ്റെയാണ്. നമുക്ക് വീട്ടിൽ ഫ്രഷ് ക്രീം തയ്യാറാക്കാം. ഇത് അല്പം ചേർത്ത് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇത്തിരി ഇത് കുരുമുളക് പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ടി ഒരു അല്പം ഹണി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തിരി ഹണി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. ഇനിയിപ്പോൾ ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഹണി ചേർക്കുന്നതാണ് നല്ലത്. നമ്മുടെ നല്ല ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ നല്ല എന്താ പറയുക റഷ്യൻ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഹണി അങ്ങോട്ട് എൻ്റെ കുപ്പിക്കകത്ത് അങ്ങോട്ട് ഉറഞ്ഞിരിക്കുകയാണ് അടിഭാഗമായപ്പോഴത്തേക്കും. ഇത് ഡിന്നറിനും അതുപോലെ തന്നെ ഇടയത്താഴത്തിനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് മാത്രം മതി ഡിന്നറിനാണെങ്കിലും ഇടയത്താഴം കഴിക്കാനാണെങ്കിലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ മയോണൈസും അതുപോലെ തന്നെ ഈ റഷ്യൻ സാലഡും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി പുഴുങ്ങിയ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളിയുടെ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം.